ആണവായുധമില്ലാത്ത ഇറാന് മുന്നിൽ പോലും പതറിയ അമേരിക്ക സാക്ഷാൽ ഉത്തര കൊറിയയുടെ ആണവ പോർമുനകളിൽ വെന്ത് നീറുമെന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഇറാൻ കാണിച്ച ദയയോ ദാക്ഷിണ്യമോ കിമ്മിന്റെ രാജ്യം കാണിക്കില്ലെന്ന് മാത്രവുമല്ല, വലിയ ഒരു അണുബോംബ് കൊണ്ട് അമേരിക്ക എന്ന രാജ്യത്തെ തന്നെ തകർക്കാനും അവർ മടി കാണിച്ചു എന്ന് വരില്ല. കിമ്മിന്റെ ഉരുക്കുകോട്ടയിൽ കയറി അമേരിക്ക കളിക്കുന്ന കളികൾക്കുള്ള മറുപടി കിം ഇതിനോടകം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ തന്നെ പറയൂ, അമേരിക്ക കിമ്മിനോട് ഏറ്റുമുട്ടിയാൽ എന്തായിരിക്കും പരിണിതഫലം? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ. ഇന്നും ലോകരാജ്യങ്ങൾ വളരെ കൗതുകത്തോടെയാണ് ആ പേര് കേൾക്കുന്നത്. സ്വേച്ഛാധിപതിയായ കിം ജോങ് ഉന്നിന്റെ സ്വന്തം രാഷ്ട്രം. ശീതയുദ്ധത്തിന്റെ അവശേഷിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനാകും ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയുടെയും ജീവിതം. ഉത്തര കൊറിയ സോവിയറ്റ് യൂണിയന്റെ, അതായത് ഇന്നത്തെ റഷ്യയുടെ കൂടെ നിന്ന് കമ്മ്യൂണിസവും അയൽ രാജ്യമായ കൊറിയ അമേരിക്കയുടെ പക്ഷം നിന്ന് ജനാധിപത്യ ക്യാപിറ്റലിസ്റ്റ് രാജ്യമായും രൂപാന്തരപ്പെട്ടു. ഉത്തര കൊറിയയുടെ നമ്പർ 1 ശത്രുവാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന ഈ ദക്ഷിണ കൊറിയ. ദക്ഷിണ കൊറിയയെ ഏതു വിധേനയും നശിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും കിം ജോങ് ഉൻ തേടാറുണ്ട്. അമേരിക്ക ഉൾപ്പെടുന്ന പാശ്ചാത്യ ശക്തികളെ നിരന്തരം വെല്ലുവിളിക്കുന്നതിൽ ആ രാജ്യവും അതിന്റെ ഭരണാധികാരിയായ കിം ജോങ് ഉന്നും ഒരിക്കലും മടി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഉപരോധമാണ് നിലവിൽ ഉത്തര കൊറിയ നേരിടുന്നത്. റഷ്യയുമായും ചൈനയുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ഉത്തര കൊറിയ മേഖലയിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നായി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അമേരിക്കയും മറ്റ് ശക്തികളും ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങളിൽ നിന്ന് രാജ്യത്തെ സംരക്ഷിച്ചു പോരുന്നത് റഷ്യയും ചൈനയും തന്നെയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടെങ്കിലും ഉത്തര കൊറിയ വലിയ ബജറ്റാണ് രാജ്യത്തെ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി മാറ്റിവെക്കാറുള്ളത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ ശക്തികളുടെ മുന്നിൽ ജയിച്ചു കാണിക്കുക എന്നതാണ് ഉത്തര കൊറിയയുടെ ലക്ഷ്യം തന്നെ. റഷ്യയുമായുള്ള പ്രതിരോധ കരാറും ഇറാനുമായുള്ള പുതിയ സൗഹൃദവുമെല്ലാം ഈ ലക്ഷ്യം മുൻനിർത്തിയിട്ടുള്ള ചുവടുവെപ്പാണ്. ലോകത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചൈനയും ഉത്തര കൊറിയ എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്തിനായി വിവിധ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അമേരിക്കയെ പ്രതിരോധിക്കുന്ന ചേരിയിലെ പ്രധാനിയായി ഉത്തര കൊറിയ രൂപാന്തരപ്പെടുത്തുന്നതും ഇത്തരം നയങ്ങളൊക്കെ തന്നെയാണ്. ചൈനയാണ് അമേരിക്കയ്ക്ക് ഒത്ത പോരാളിയെങ്കിലും എപ്പോൾ വേണമെങ്കിലും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഉത്തര കൊറിയയെ അമേരിക്ക വല്ലാതെ ഭയക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഉത്തര കൊറിയയുമായി സൗഹൃദം പുലർത്താനുള്ള ശ്രമങ്ങൾ ട്രംപ് ഭരണകൂടം ഒരിക്കൽ നടത്തിയിട്ടുമുണ്ട്. ആരെയും ഭയപ്പെടുത്തുന്ന ആണവ ശേഖരമാണ് ഉത്തര കൊറിയയെ കൂടുതൽ അപകടകാരിയാക്കി മാറ്റുന്നത്. അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ കിം ജോങ് ഉൻ മടിക്കില്ല എന്ന തിരിച്ചറിവും അമേരിക്കയ്ക്കുന്നുണ്ട്. കിം എന്തു ചെയ്യുമെന്നത് അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കും ഊഹിക്കാൻ പോലും സാധിക്കില്ല. മറ്റൊരു ലോകരാജ്യം പോലെയുമല്ല. വെട്ടൊന്ന് തുണ്ടം 2 എന്ന നയമാണ് കിം ജോങ് ഉന്നിന്റെ പ്രത്യേകത. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്ക തീയിടാൻ പോലും ഒരു ശ്രമം കിം നടത്തിയിട്ടുണ്ട്. ആജന്മ ശത്രുവായ ദക്ഷിണ കൊറിയയ്ക്ക് ട്രംപ് നൽകുന്ന സ്വീകാര്യതയും പിന്തുണയുമാണ് ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ച ഘടകം. ഇതിനുശേഷമാണ് സാക്ഷാൽ കിം ജോങ് ഉന്നുമായി ഒരു ചർച്ചയ്ക്ക് ട്രംപ് ആവേശം കാണിച്ചത്. ട്രംപിന് മുൻപോ ശേഷമോ അത്തരത്തിലൊരു ശ്രമം നടന്നിട്ടേയില്ല. എന്നാൽ 2025 വീണ്ടും ട്രംപ് അമേരിക്കയുടെ അധികാര കസേരയിലേക്ക് കയറിയപ്പോൾ ആദ്യം പറഞ്ഞതും കിമ്മിനെ കാണുമെന്നും അദ്ദേഹം തന്റെ സുഹൃത്ത് ആണെന്നുമായിരുന്നു. അമേരിക്ക എത്ര കണ്ട് ഉത്തര കൊറിയയെ ഭയക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയായിരുന്നു ഇക്കാര്യം. റഷ്യയെ പോലെയോ ചൈനയെ പോലെയോ എന്തിനേറെ ഇറാനെ പോലെയോ ലോകത്തിന്റെ നിലനിൽപ്പ് നോക്കി മാത്രം തീരുമാനമെടുക്കുന്ന രാജ്യമോ ഭരണാധികാരിയോ അല്ല കിം ജോങ് ഉൻ എന്നതാണ് ഉത്തര കൊറിയയെ വേറിട്ടൊരു ശത്രുവായി കാണാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയ ശേഷം അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് ഇറാനും അമേരിക്കൻ താവളങ്ങൾ ആക്രമിച്ചത്. ഈ ആക്രമണത്തിന് ഇറാൻ ഉപയോഗിച്ചത് വീര്യം കുറഞ്ഞ മിസൈലുകൾ തന്നെയാണ്. 2 ആക്രമണങ്ങളും മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിട്ട് നടത്തിയത് കൊണ്ട് തന്നെ ഒരാൾ പോലും കൊല്ലപ്പെട്ടതുമില്ല. എന്നാൽ ഇവിടെ ഇറാൻ നൽകിയ പരിഗണനയൊന്നും കൂടാതെയായിരിക്കും കിമ്മിന്റെ പ്രതികരണം എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് ഇറാനോട് കളിച്ച കളി അമേരിക്ക ഉത്തര കൊറിയയോടാണ് കളിക്കുന്നത് എങ്കിൽ ആ രാജ്യം പിന്നീട് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്താൻ ഉണ്ടാകുമോ എന്നത് 2 തവണ ചിന്തിക്കേണ്ട വിഷയമാണ്. കിം ജോങ് ഉന്നിനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക പോംവഴി. ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ഉത്തര കൊറിയ ഏറ്റുമുട്ടേണ്ട സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് അത്യന്തികമായി അമേരിക്ക ഉത്തര കൊറിയ യുദ്ധത്തിലേക്കാണ് വഴിമാറുക. കാരണം ജപ്പാനും അതുപോലെ ദക്ഷിണ കൊറിയയും അമേരിക്കൻ സഖ്യകക്ഷികളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശമുള്ള റഷ്യയുമായി തന്ത്രപ്രധാനമായ പ്രതിരോധ കരാറിൽ ഉത്തര കൊറിയ ഒപ്പുവെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഉത്തര കൊറിയയെ സൈനികമായി സഹായിക്കാൻ റഷ്യയും നിലവിൽ ബാധ്യസ്ഥരാണ്. അതായത് ഉത്തര കൊറിയയുമായി ആര് യുദ്ധത്തിനിറങ്ങിയാലും അത് 3ാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നതാണ് സാരം. റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിറങ്ങിയ കൊറിയൻ പോരാളികളെയാണ് ഉക്രൈൻ സൈന്യം ഏറെ ഭയപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം മുറുകെ പിടിച്ചാണ് അമേരിക്ക ചിന്തിക്കേണ്ടത്.
ഉത്തര കൊറിയ അത്രയും അപകടകാരികളാണ്. ഈ സാഹചര്യത്തിലാണ് കിമ്മിനെ പ്രകോപിപ്പിച്ചുകൊണ്ട് ദക്ഷിണ കൊറിയ പുതിയ നീക്കം നടത്തുന്നത്. ഉത്തര കൊറിയൻ ഭരണാധികാരിയായ കിം ജോങ് ഉന്നിനെതിരെ ഗുരുതരമായ ആരോപണവും കേസുമാണ് ശത്രു രാജ്യമായ ദക്ഷിണ കൊറിയയിൽ നിന്നും ഇപ്പോൾ വരുന്നത്. ഉത്തര കൊറിയൻ തടങ്കലിൽ വെച്ച് ക്രൂരമായ പീഡനങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇരയായി എന്ന് ആരോപിച്ച് കിം ജോങ് ഉന്നിനെതിരെ ദക്ഷിണ കൊറിയൻ കോടതിയിൽ സിവിൽ ക്രിമിനൽ നടപടി തുടങ്ങിയിരിക്കുകയാണ്. ഉത്തര കൊറിയയിൽ നിന്ന് കൂറുമാറിയെത്തിയ ചോയ് മിൻ ക്യൂങ് എന്ന സ്ത്രീയുടെ പരാതിയിലാണ് നടപടി. 1997 ചൈനയിലേക്ക് പലായനം ചെയ്ത ചോയ് മിൻ ക്യുങ്ങിനെ 2008 നിർബന്ധിതമായി ഉത്തര കൊറിയയിലേക്ക് തിരിച്ചയക്കുകയാണ് ഉണ്ടായത്. തിരിച്ചെത്തിയതിനു ശേഷം ലൈംഗിക പീഡനത്തിനും കഠിനമായ പീഡനങ്ങൾക്കും ഇരയായി എന്നാണ് അവർ ആരോപിക്കുന്നത്. ജൂൺ 11 സിയോളിലാണ് ഇത് സംബന്ധിച്ച കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഉത്തര കൊറിയയിൽ ജനിച്ച ഒരു കൂറുമാറ്റക്കാരി ഭരണകൂടത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ചോയെ സഹായിക്കുന്ന ദക്ഷിണ കൊറിയൻ മനുഷ്യാവകാശ സംഘടന പറയുന്നത് പ്രകാരം ദക്ഷിണ കൊറിയൻ കോടതികൾ മുൻപും ഉത്തര കൊറിയക്കെതിരെ സമാനമായ കേസുകളിൽ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിലും ഉത്തര കൊറിയ ഇതെല്ലാം അവഗണിച്ചതുകൊണ്ട് തന്നെ ആ വിധികളെല്ലാം തന്നെ കേവലം പ്രതീകാത്മകമായി മാത്രം ഒതുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. പുതിയ കേസിൽ കിം ജോങ് ഉന്നിനെയും മറ്റ് 6 ഉത്തര കൊറിയൻ ഉദ്യോഗസ്ഥരെയുമാണ് പ്രതികളാക്കിയിരിക്കുന്നത്. ചോയുടെ കേസ് ഐക്യരാഷ്ട്രസഭയിലേക്കും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലേക്കും കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നതായി കേസിന് പിന്തുണ നൽകുന്ന ഡാറ്റാബേസ് സെന്റർ ഫോർ നോർത്ത് കൊറിയൻ ഹ്യൂമൻ റൈറ്റ്സ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2012 ഉത്തര കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ട ദക്ഷിണ കൊറിയയിൽ സ്ഥിരതാമസമാക്കിയ ചോയ് മിൻ ക്യുങ് കിം ജോങ് ഉന്നിനും ഉത്തര കൊറിയൻ ഭരണകൂടത്തിനുമെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ക്രിമിനൽ കുറ്റങ്ങൾ ആരോപിച്ച് കേസ് ഫയൽ ചെയ്തു. പീഡനവും വിവേചനവും അനുഭവിച്ച ആ സ്ത്രീ മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾക്ക് ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. മുൻ സിവിൽ കേസുകൾ പോലെ ഈ കേസും ഉത്തര കൊറിയ അവഗണിച്ചേക്കാം. എന്നാൽ ക്രിമിനൽ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിയത് കേസിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. NKDB ഡയറക്ടർ ഹന്ന സോങ്ങിന്റെ അഭിപ്രായത്തിൽ ഈ കേസ് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമാണ്. എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങളും അമേരിക്കയും ഈ കേസിനെ ഉത്തര കൊറിയക്കെതിരായ രാഷ്ട്രീയ നീക്കമായി ഉപയോഗിക്കുന്നുവെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് ശേഷം ഉയർന്ന ഈ പരാതി അമേരിക്കയുടെ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന സംശയവും ഇതിനോടകം തന്നെ ചർച്ചയായി കഴിഞ്ഞു. കിം ജോങ് ഉന്നിന്റെ ശക്തമായ ഭരണവും ആണവശേഷിയും അമേരിക്കയെ വെല്ലുവിളിക്കുന്നതിനാൽ ഈ കേസിന്റെ പ്രത്യാഘാതങ്ങൾ വളരെയധികം നിർണായകമാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് വെച്ചാൽ മറ്റൊരു രാജ്യത്തേക്ക് പലായനം ചെയ്തവർ തിരിച്ചെത്തിയാൽ അവർക്ക് വീണ്ടും എളുപ്പത്തിൽ പലായനം ചെയ്യുക എന്നത് ഉത്തര കൊറിയയുടെ കാര്യം നന്നായി അറിയാവുന്നവർക്ക് മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല അത്. കിം ജോങ് ഉന്നിന്റെ കോട്ട കടക്കുക എന്നത് അത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞല്ലോ. അമേരിക്കയുടെ അട്ടിമറി നീക്കം തകർക്കാനാണ് ഇത്തരമൊരു ഉരുക്കു കവചം കിം തീർത്തത് പോലും. രാജ്യത്തെ ജനങ്ങളെ ഇളക്കിവിട്ട് തന്റെ കസാര ഇളക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയെ പ്രതിരോധിക്കാനുള്ള എല്ലാ ആയുധങ്ങളും ഉത്തര കൊറിയ ഒരുക്കി വെച്ചിട്ട് കുറേ നാളുകളായി. സൈനികപരമായി ഉത്തര കൊറിയയെ ആക്രമിക്കുക എന്ന മണ്ടത്തരത്തിന് അമേരിക്ക മുതിരാൻ പോകുന്നില്ല. പകരം ജനങ്ങളെ ഭരണകൂടത്തിന് വിരുദ്ധരാക്കി രാജ്യത്ത് അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങളായിരിക്കും അവരുടെ മനസ്സിലെ പദ്ധതി. അമേരിക്കയോട് കൂറുകാട്ടി ഉത്തര കൊറിയയെ ഉറ്റുകൊടുക്കുന്നവരെ പുറം ലോകം പിന്നീട് കാണിക്കാത്തത്ര ശിക്ഷാരീതികളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ചോയ് മിൻ ക്യുങ് എന്ന സ്ത്രീ സംസാരിക്കുന്നത് അമേരിക്ക എഴുതി തയ്യാറാക്കിയ തിരക്കഥയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് കിം ജോങ് ഉന്നിന്റെ നിലപാടിനെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. ആണവശക്തി അല്ലാതിരുന്നിട്ടും മിസൈലുകൾ കൊണ്ട് ഇറാൻ തീർത്ത കോട്ട പോലും തകർക്കാൻ കഴിയാത്ത അമേരിക്കയെ സംബന്ധിച്ച് കഠോരമാണ് ഉത്തര കൊറിയ എന്നതാണ് വാസ്തവം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.